welcome to Hafi's recipe time. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡോൾ കേക്കിന്റെ റെസിപ്പിയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഡോൾ കേക്കിന്റെ റെസിപ്പി ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓവൻ ഒന്നും ഇല്ലാതെയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ അതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ ഒരു ഇത് വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായിട്ട് എൻ്റെ മൈ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഞാനൊരു കേക്ക് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ വാനില സ്പോഞ്ച് കേക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അറിയാത്തവർക്കായിട്ട് അതൊന്ന് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് എങ്ങനെ ഇരിക്കുക എന്നുള്ളതിൻ്റെ ടിപ്സൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമ്മൾ നന്നായിട്ട് എല്ലാ പോർഷനിലേക്കും സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ വാനില സ്പോഞ്ച് കേക്കും കൂടെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഡോളിൻ്റെ ഫ്രോക്ക് ആ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വാനില സ്പോഞ്ച് കേക്കിൻ്റെ വേസ്റ്റേജ് വരും. അപ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ പീസ് കൊണ്ട് നമുക്ക് പല ഡെസേർട്ട്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനൊരു ഓറിയോൻ്റെ ഡെസേർട്ട് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചിരുന്നു. അതുപോലെ ആ ഓറിയോക്ക് പകരം നമ്മൾ ഈ വാനില സ്പോഞ്ച് കേക്ക് ക്രഷ് ചെയ്തിട്ട് നമുക്കൊരു ഡെസേർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓറിയോ കേക്കിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഓറിയോ ഡെസേർട്ട് ചെയ്തില്ല, അതുപോലെ തന്നെയാണ്. അത് ഓറിയോക്ക് പകരം നമ്മൾ വാനില സ്പോഞ്ച് കേക്ക് ഇട്ടെടുക്കുന്നു എന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ സൈഡ് ഇതുപോലെ എല്ലാ പോർഷനിലും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ പോർഷനും നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ആ ബാർബി ഡോളിൻ്റെ ആ ഷേപ്പ് തന്നെ, ആ ബാർബി ഡോളിൻ്റെ ഫ്രോക്കിൻ്റെ ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാർബി ഡോളിനെ ഇതിലേക്ക് ഇറക്കി വെക്കണം. ഇതിൻ്റെ സെൻറ്റർക്ക് നമ്മൾ ഇതുപോലെ ഒരു ബാർബി ഡോള് പുറത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇതുപോലത്തെ ബാർബി ഡോളിനെ. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ഇതാണ്. ചിലത് ഈ ബാർബി ഡോളിന് 2 കാലായിരിക്കും. അങ്ങനെ വരും. നമ്മൾ ഒരു പ്ലാസ്റ്റർ വെച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി. എന്നതിന് ശേഷം നമ്മൾ ഇത് സെൻറ്റർ പോർഷനിൽ ബാർബി ഡോളിനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. നല്ല ഹെവി ആയിട്ടൊന്നും വിപ്പിംഗ് ക്രീം കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതായതുകൊണ്ടാണ്. നമ്മളൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു നോസിലാണ് ഫസ്റ്റ് ലെയറിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ടൊമാറ്റോ റെഡും റാസ്ബെറി റെഡും കൂടി വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ലെയർ ഞാൻ ഈ ഒരു നോസിലാണ് ഉപയോഗിക്കുന്നത്. ഒരു ചെറിയൊരു ഫ്ലവർ ഷേപ്പിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഉപയോഗിച്ച് ആ നോസിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം കൂടെ ആഡ് ചെയ്തിട്ട് രണ്ട് ഡബിൾ ഷെയ്ഡ് കിട്ടുന്ന രീതിയിലാണ് നെക്സ്റ്റ് ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഫുള്ള് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഈ ഒരു ലെയർ ഞാൻ വേറൊരു നോസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ഭാഗം വിപ്പിംഗ് ക്രീമിൽ റാസ്ബെറി റെഡും ടൊമാറ്റോ റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു റെഡ് കളറ് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു കറക്റ്റ് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ റെഡ് കളർ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പോർഷൻ നന്നായിട്ട് കവർ ചെയ്തു. ഇനി മുകളിലോട്ടുള്ളത് നമുക്ക് നേരത്തെ ഉപയോഗിച്ച നോസിൽ നിന്നും അതിൻ്റെ ചെറിയ ടൈപ്പ് നോസിൽ എടുത്തിട്ട് മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് നമ്മൾ മുകൾ ഭാഗത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് മുകളിലേക്ക് ഫുൾ ഇതേ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സെയിം ഡെക്കറേഷന് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോൾ കേക്കിൻ്റെ ഡെക്കറേഷൻസും അതുണ്ടാക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.